നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ചെറുകിട നാമമാത്ര കർഷകർ കാത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് PM കിസാൻ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 22ാം ഗഡു എപ്പോഴാണ്? 2000 രൂപ എപ്പോഴാണ് അക്കൗണ്ടിൽ എത്തുക? ഗഡു നഷ്ടമാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വളത്തിന്റെ വില, വിത്തിന്റെ ചെലവ്, തൊഴിലാളി വേതനം എല്ലാം ദിനപ്രതി കൂടുന്ന ഈ സമയത്ത് PM കിസാൻ പദ്ധതി കർഷകർക്ക് ഒരു വലിയ ആശ്വാസമാണ്. 22ാം ഗഡുവിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും വ്യക്തമാക്കാം. 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി ഓരോ 4 മാസത്തിലും 2000 രൂപ വീതം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഈ പണം ഉപയോഗിച്ച് വിത്തുകൾ വാങ്ങാൻ, വളങ്ങൾ വാങ്ങാൻ, കീടനാശിനികൾ വാങ്ങാൻ, മറ്റ് കാർഷിക ആവശ്യങ്ങൾ എന്നിവ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ലഭിച്ച ഗഡുക്കൾ കർഷകരെ PM കിസാൻ ഗഡുക്കൾ സാധാരണയായി ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഒന്നാം ഗഡു ഏപ്രിൽ മുതൽ ജൂലൈ വരെ, രണ്ടാം ഗഡു ഓഗസ്റ്റ് മുതൽ നവംബർ വരെ, മൂന്നാം ഗഡു ഡിസംബർ മുതൽ മാർച്ച് വരെ, 21ാം ഗഡു 2025 അവസാന ഭാഗത്താണ് ലഭിച്ചത്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് 22ാം ഗഡുവിനായാണ്. 22ാം ഗഡു എപ്പോൾ ലഭിക്കും? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം. PM കിസാൻ 22ാം ഗഡു ലഭിക്കുന്നത് സർക്കാർ തലത്തിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2026 ഫെബ്രുവരി മാസത്തിൽ 2000 രൂപ ഗഡു ലഭിക്കാനാണ് സാധ്യത. സാധാരണയായി ബജറ്റിന് ശേഷം അല്ലെങ്കിൽ പ്രധാന ദേശീയ പരിപാടികളോട് ചേർന്ന് കേന്ദ്ര സർക്കാർ ഗഡു റിലീസ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, എല്ലാവർക്കും ഒരേ ദിവസം പണം വരണമെന്നില്ല. ചിലർക്ക് 1-2 ദിവസം വൈകാനും സാധ്യതയുണ്ട്. ഗഡു കിട്ടാൻ നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. പലർക്കും ഗഡു കിട്ടാത്തത് അർഹതയില്ലാത്തത് കൊണ്ടല്ല, ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒന്ന്, KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KYC ഇല്ലെങ്കിൽ PM കിസാൻ പണം കിട്ടുകയില്ല. ഇതിന് ചെയ്യാവുന്ന മാർഗങ്ങൾ pmkisan.gov.in വെബ്സൈറ്റിന് അടുത്തുള്ള CSC സെന്റർ ചെന്ന് ബയോമെട്രിക് KYC ചെയ്യുക. KYC കംപ്ലീറ്റഡ് എന്ന് കാണുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. രണ്ടാമതായി ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ DBT ഫെയിൽ ആകും. ബാങ്കിൽ ചെന്ന് ആധാർ, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് എല്ലാം ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമതായി ലാൻഡ് റെക്കോർഡ് അപ്ഡേറ്റ് ആണ്. പല സംസ്ഥാനങ്ങളിലും ലാൻഡ് സീഡിംഗ്, ലാൻഡ് വെരിഫിക്കേഷൻ നിർബന്ധമാണ്. നിങ്ങളുടെ പേരിൽ കൃഷിഭൂമി രേഖകൾ, സർവേ നമ്പർ, റവന്യൂ റെക്കോർഡുകൾ ശരിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നാലാമതായി ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ? അക്കൗണ്ട് ഡോർമെന്റ്, ഇനാക്റ്റീവ്, ക്ലോസ്ഡ് ആണെങ്കിൽ പണം വരുന്നതല്ല. ചെറിയ ട്രാൻസാക്ഷൻ നടത്തി അക്കൗണ്ട് ആക്റ്റീവ് ആക്കുക. PM ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരിശോധിക്കാവുന്നതാണ്. അതിനായി ആദ്യം pmkisan.gov.in തുറക്കുക. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ നൽകി മൊബൈൽ നമ്പർ നൽകുക. അത് കഴിഞ്ഞാൽ OTP നൽകി സ്റ്റാറ്റസ് പരിശോധിക്കുക. ഇവിടെ നിങ്ങൾക്ക് KYC സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, പ്രീവിയസ് ഇൻസ്റ്റാൾമെന്റ്സ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ആരൊക്കെയാണ് PM കിസാന് അർഹരല്ലാത്തത്? ഇതും അറിഞ്ഞിരിക്കണം. വരുമാന നികുതി അടയ്ക്കുന്നവർ, സർക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഡോക്ടർ, എഞ്ചിനീയർ, CA പോലുള്ള പ്രൊഫഷണൽസ്, MP, MLA, മുൻ ജനപ്രതിനിധികൾ ഇവർക്ക് PM കിസാൻ ലഭിക്കുന്നതല്ല. ഗഡു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ ഭയപ്പെടേണ്ട. ആദ്യം സ്റ്റാറ്റസ് പരിശോധിക്കുക. KYC വീണ്ടും ഉറപ്പാക്കുക. CSC സെന്റർ സമീപിക്കുക. കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പർ 15 52 61 അല്ലെങ്കിൽ 011 24 300 606 വിളിക്കുക. കർഷക സഹോദരങ്ങളെ, PM കിസാൻ യോജന 22ാം ഗഡു നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ KYC, ആധാർ ലിങ്കിംഗ്, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ്, ലാൻഡ് റെക്കോർഡ് അപ്ഡേറ്റ് ഈ 4 കാര്യങ്ങൾ ഇന്ന് തന്നെ പരിശോധിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.